അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തലാണ്. കൂന്തൽ റോസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ്. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന, ചോറിൻ്റെ കൂടെയും എന്ത് സാധനത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റുള്ള സാധനമാണ് കൂന്തൽ. അപ്പോൾ കൂന്തൽ റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കി നോക്കാം. കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കൂന്തൽ എടുത്തിട്ടുള്ളത് 1/2 കിലോ ആണ്. 1/2 കിലോ കൂന്തൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. റൗണ്ടിൽ ആണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ചെറുതാക്കി കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യാം. ഞാനിങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ 1/2 കിലോ കൂന്തൽ ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു തവ വെച്ചിട്ടുണ്ട്. തവ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഞാനൊരു 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാനൊരു 10-15 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് വഴറ്റി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഞാനൊരു 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുവിധം വഴറ്റി എടുത്തു കഴിഞ്ഞാൽ 1 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയാൽ മതി. വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു 3 വലിയ ഉള്ളി സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 3 സവോളയാണ് എടുത്തിട്ടുള്ളത്. 3 എണ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് നല്ലതുപോലെ വഴറ്റി ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ വഴറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ സവോളയൊക്കെ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ സവോളയൊക്കെ നല്ലതുപോലെ ബ്രൗൺ ഷെയ്ഡായിട്ട് വഴറ്റുന്നുണ്ട്. നല്ല നമുക്ക് വേണ്ട രീതിയിൽ വഴന്നു കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 സ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 സ്പൂണ് മല്ലിപ്പൊടിയാണ്. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്കൊരു 1/2 സ്പൂണ് ഗരം മസാല പൊടി കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ല പച്ചമുളകൊക്കെ മാറി പോകുന്നത് പോലെ ഈ മസാലയൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. മസാലയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് വഴറ്റി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കാം. നല്ല വലിയ തക്കാളി എടുക്കാം. ചെറുതാണെങ്കിൽ 2 എടുക്കാം. അത് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ മസാലയെ കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ വഴറ്റി മിക്സ് ചെയ്തെടുത്തിട്ട് നല്ലപോലെ ഉടഞ്ഞു കിട്ടണം. ആ രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാൻ പോകുന്നു. 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമ്മൾ ഉപ്പിട്ടിട്ടില്ല. നമുക്ക് ഇനി ഈ സമയത്താണ് ഉപ്പിടേണ്ടത്. 1 ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച് കൂന്തൽ ചേർത്ത് കൊടുക്കാം. കൂന്തൽ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതുപോലെ ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ മസാല പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കൂന്തൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇത് മൂടിയിട്ടിട്ട് വേവിക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് മൂടിയിട്ട് വേവിക്കണം. 10-15 മിനിറ്റ് മൂടിയിട്ട് വേവിക്കാം. ഈ മൂടിയിട്ട് വേവിക്കുമ്പോൾ തന്നെ ഒന്ന് ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഒരു 15 മിനിറ്റ് ഇതുപോലെ അടച്ചിട്ട് വേവിക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റോളം ശരിക്കും കൂന്തൽ വെന്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു.
നമുക്ക് കറക്റ്റ് പാകത്തിനുള്ള ഒരു ഗ്രേവിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ ആക്കാം. പക്ഷെ ഈ ഒരു ഗ്രേവി, ഈ ഒരു റോസ്റ്റാണ് നല്ലത്. നമുക്ക് പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഈ ഒരു ഗ്രേവി വേണം. ഇത് ഇങ്ങനെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇനിയും ഒന്നുകൂടി നിങ്ങൾക്ക് ഇതുപോലെ തുറന്നിട്ടിട്ട് ഒന്ന് നല്ലപോലെ വറ്റിച്ച് വേവിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം, കൂടുതൽ ഡ്രൈ ആക്കി എടുക്കാം. ഈ ഒരു പരുവത്തിലാണ് ടേസ്റ്റ്. അപ്പോൾ നമുക്ക് സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ കൂന്തൽ റോസ്റ്റ് നമ്മളൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ രീതിയിലാണ് വേണ്ടത്. ഈ രീതിയിലാകുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും, പൊറോട്ട ആയാലും ചപ്പാത്തി ആയാലും ചോറായാലും ഏതിൻ്റെ കൂടെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് എങ്ങനെയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ കഴിച്ച് നോക്കി, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക. അതുപോലെ എല്ലാവർക്കും നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ഉണ്ടാവുക. എല്ലാവരും നമ്മളെ വീഡിയോസും കാണുക. മാക്സിമം നിങ്ങളെ റിലേറ്റീവ്സിനും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ആൾക്കാർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.